ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഉത്തരം വരുന്ന 5 ചോദ്യങ്ങളാണ്. അതായത് 5 ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഏതാണ് ആ ചോദ്യം എന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ആണ്. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോറിൻ കോർപ്പറേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് അറിയപ്പെടുന്നത് എന്താണ്? ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ എന്നുള്ള പേരിലാണ്. ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ ആണ് ഇംഗ്ലണ്ട് എന്ന് അറിയപ്പെടുന്നത്. മെക്ക ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നതും ഇംഗ്ലണ്ട് ആണ്. അപ്പൊ ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? ജർമ്മനിയാണ്. അതുപോലെ തന്നെ മെക്ക ഓഫ് കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ആണ്. മെദീന ഓഫ് കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലണ്ട് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ് എന്ന് ചോദിച്ചാലും ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നും ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ് എന്നും ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇംഗ്ലണ്ട് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ബർത്ത് പ്ലേസ് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ്. ഫോറിൻ കോർപ്പറേഷൻ പഠിക്കുമ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത കോപ്പറേറ്റേഴ്സ്, വില്യം കിങ്, റോബോട്ട് ഓവൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അവരുടെ കോൺട്രിബ്യൂഷൻസ്, സഹകരണ മേഖലയിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അവർ എഴുതിയ ബുക്സ്, അവരുടെ കൊട്ടേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നല്ല രീതിയിൽ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വേക്കൻസീസ് ഒക്കെ നമുക്ക് ഇനിയുള്ള നോട്ടിഫിക്കേഷൻസിലൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് എന്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ചിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തവണത്തെ CSEB എക്സാം CCയോടൊപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാം. താങ്ക്